Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday dear Amachi. Happy birthday to you. നാളത്തെ ഡ്യൂട്ടി കൃത്യമായിട്ട് കവർ ചെയ്തിരിക്കണം. Yes sir. സമയത്ത് തന്നെ സ്ട്രെങ്ത് അവിടെ എത്തിയെന്ന് ഉറപ്പുവരുത്തണം. Yes sir. മറ്റെന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചിരിക്കണം. അതെ, ഒന്ന് പെട്ടെന്ന് വരാമോ? ഇറ്റ്സ് ടൈം ടു ഗിവ് ദിസ് ഗിഫ്റ്റ് ടു അമ്മച്ചി. യു കാരോ. ഇത് അമ്മച്ചിക്ക് ഞങ്ങളുടെ വക ബർത്ത്ഡേ ഗിഫ്റ്റ്, ഇറ്റാലിയൻ മസാജ് ചെയർ. വാവ്, ഗ്രേറ്റ്. ഇനി അമ്മച്ചി ഡെയിലി എക്സസൈസ് ചെയ്യാനൊന്നും നിൽക്കണ്ട. ഈ കസേര ഒരു 15 മിനിറ്റ് ഇരുന്നാൽ മതി. ഫുൾ ബോഡി മസാജാ. അമ്മച്ചിയുടെ മുട്ടുവേദനയൊക്കെ താനേ മാറും. ദാ ഇത് ഞങ്ങളുടെ വക അമ്മച്ചിക്ക്. അമ്മച്ചിയുടെ കണ്ണട മാറ്റാറായില്ലേ? ഇനി ഇത് വെച്ചാ മതി. പണ്ട് ഞാൻ മഹാരാജ് കോളേജിൽ പഠിക്കുമ്പോഴേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളി എല്ലാ സൺഡേയും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നല്ല ടിപ് ടോപ്പ് ആയിട്ട് എറണാകുളത്ത് ഏതെങ്കിലും വലിയ കല്യാണങ്ങൾ നടക്കുന്ന ഓഡിറ്റോറിയം നോക്കി വച്ച് പിടിക്കും. അവിടെ ചെന്ന് മൂക്കുമുട്ട സദ്യയൊക്കെ ഉണ്ട്. പോരാൻ നേരത്ത് വലിയൊരു ഗിഫ്റ്റ് ബോക്സ് എടുത്തിട്ട് ഈ ചെക്കനും പെണ്ണിനും കൊടുത്ത് അവരെ ആശീർവദിച്ചിട്ടൊക്കെ പോരുള്ളൂ. വൈകുന്നേരം പെട്ടി തുറക്കുമ്പോഴേ വിവരം അറിയുന്നത് വല്ല പുല്ലും വൈക്കോലും ഒക്കെ ആയിരിക്കും. ഞാനത് കൊടുത്തപ്പോ തന്നെ ബോബിച്ചാൻ അത് ഓർമ്മ വന്നല്ലേ? ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണണ്ട എനിക്ക് അപ്പം അവനെ ഓർമ്മ വരും. ഇപ്പൊ കാനഡയിലോ US മറ്റോ ആണെന്ന് തോന്നുന്നു. എന്നാ നമുക്ക് ഈ ഫുഡ് കഴിക്കാം അല്ലേ? കഴിക്കാം. വാ. വാ എന്താ അമ്മച്ചി അമ്മച്ചി ഇങ്ങോട്ട് ഇരുന്നാട്ടെ. നീ കഴിക്കുന്നില്ല? ഞാൻ എടുത്തോളാം. ഒരു പ്ലേറ്റ്. ഹലോ, സൈലന്റിലാണ്ട് അറിഞ്ഞില്ല. എപ്പോ? അയ്യോ, ഓ ഞങ്ങൾ ഇപ്പൊ തന്നെ വരാം. എന്തു പറ്റി? ലോറൻസ് ഏട്ടന്റെ ഭാര്യയ്ക്ക് കിച്ചണിൽ നിന്ന് പൊള്ളലേറ്റൂന്ന്. അയ്യോ, വാ നമുക്ക് വേഗം വാ. അത് അവര് മാനേജ് ചെയ്തോളൂ. നിങ്ങൾ കഴിച്ചിട്ട് പോ. കഴിക്കലൊക്കെ പിന്നാവാ. വാ നിങ്ങൾ കഴിക്കേ. സോറി. ആ ലോറൻസിന്റെ ഭാര്യയെ വെറുതെ പൊള്ളിച്ചു. എന്റെ ഗിഫ്റ്റ് കണ്ടപ്പോഴേ അങ്ങനത്തെ പഴയ ഫ്രോഡ് ഫ്രണ്ടിനെ ഓർമ്മ വന്നു. അതും കേട്ട് അവിടെ തന്നെ നിന്നാ പല പൊങ്ങച്ചങ്ങളും കേൾക്കേണ്ടി വരും. നമ്മളെന്താ ഫുഡ് കാണാതെ കിടക്കാണോ? നിന്റെ അമ്മയെ സമ്മതിക്കണം കേട്ടോ. എടി നാവ് ഇത്തിരി കുഴപ്പമെന്നുള്ളൂ. ബോബി ആളൊരു പാവ. ഇവളുടെ ഉള്ളിലെ ഈറ്റപ്പുലി പുറത്തു ചാടിയത് കൊണ്ട് എനിക്ക് നഷ്ടമായതേ നല്ലൊരു ക്രിസ്ത്യാനി ഫീസ്റ്റാണ്. അതിനേക്കാൾ ഫ്രഷ് ആയത്, നല്ല ടേസ്റ്റും ഉണ്ട്. അല്ല പിന്നെ ആസ് യൂഷ്വൽ അമ്മയും മോളും ഒന്നിച്ചു, ഞാൻ പുറത്തു. എക്സ്ക്യൂസ് മീ, ഈ പ്രവാസി മസാലപ്പൊടി എവിടെ ഇരിക്കുന്നത്? മസാലപ്പൊടിക്ക് ആ സെക്ഷനല്ല സാറേ. അവിടെ. അതെ, എനിക്ക് ആ ബ്രാൻഡ് തന്നെ വേണം, പ്രവാസി മസാല. അത് കൊള്ളാം കേട്ടോ.